ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. കേസരി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഒരുവിധം എല്ലാ മനുഷ്യർക്കും അറിയാം. പക്ഷേ ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ്. കേസരിയുടെ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ റേഷ്യോ അതിലാണ് ഇതിൻ്റെ കേസരിയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇതിൻ്റെ റേഷ്യോ. പഞ്ചസാര, റവ, ഗീ, നെയ്യ്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു റേഷ്യോയിലാണ് കേസരിയുടെ ഒരു ടേസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റവ കേസരി ഈ ഒരു റേഷ്യോയിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ 1 കപ്പ് നെയ്യാണ് ഒഴിക്കുന്നത്. ഈ ഒരു കപ്പാണ് നമ്മളിവിടെ മെഷറിംഗ് കപ്പായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിന് നിറയെ 1 കപ്പ് നെയ്യ് ഒഴിച്ചു. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും കാഷ്യൂ നട്ട്സ് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് കാഷ്യൂ ഒരുവിധം ഒന്ന് മൂത്ത് വന്നു. അപ്പോൾ നമുക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. കിസ്മിസ് പെട്ടെന്ന് വീർത്ത് വരും. അപ്പോൾ അതൊരു ബ്ലാക്ക് കളർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ കാഷ്യൂ നട്ട്സും കിസ്മിസും നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട് വറുത്ത്. ഈ സെയിം നെയ്യിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ആ റവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് റവ മൂത്ത് പോകാൻ പാടില്ല. അതിൻ്റെ ഒരു കളർ മാറുന്നതിന് മുൻപ് തന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. കളർ മാറിക്കഴിഞ്ഞാൽ കേസരിയുടെ ഒരു ഭംഗി പോകും. അപ്പോൾ റവ നന്നായിട്ട് വറുത്ത റവയാണ് നമ്മൾ വാങ്ങുന്നത്. എങ്കിലും നമുക്കൊന്നും നെയ്യിൽ വറുത്തെടുക്കുന്നതാണ് കേസരിക്ക് എപ്പോഴും ടേസ്റ്റ്. നമ്മൾ 2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. 1 കപ്പ് ചേർത്തു, 1 കപ്പ് കൂടി ചേർക്കുന്നു. 2 കപ്പ് വെള്ളം. ഇത് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നന്നായിട്ട് ഈ റവ നന്നായിട്ട് വറ്റി വരും. അപ്പോൾ റവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വറ്റി റവ വെന്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1.5 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് 1.5 കപ്പ് പഞ്ചസാരയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചൂടാകുമ്പോഴേക്കും അത് മെൽറ്റായിട്ട് നന്നായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് കേസരി കളർ ഉണ്ടെങ്കിൽ കേസരി കളറാണ്. ഞാനിവിടെ മഞ്ഞൾ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കേസരി കളർ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പെർമിറ്റഡ് ഫുഡ് കളേഴ്സൊക്കെ കിട്ടും മാർക്കറ്റിൽ. പക്ഷേ എനിക്കിവിടെ കളറുകൾ ചേർക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ മഞ്ഞൾ പൊടിയാണ് ചേർത്തത്. ഏലക്കാപ്പൊടി ഇതിനൊരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏലക്കാപ്പൊടി ഭയങ്കര ഏലക്കയുടെ ഒരു ഫ്ലേവറാണ് നമ്മൾ കേസരിക്ക് മസ്റ്റായിട്ടും വരുന്നത്. ഇവിടെ എൻ്റെ മോൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഏലക്ക തീർച്ചയായിട്ടും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി മസ്റ്റായിട്ട് ഇതിനെ ചേർക്കണം. ഇനി നമുക്കിത് മൗൾഡിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ കേക്കിൻ്റെ ഒരു മൗൾഡിലാണ് എടുത്തേക്കുന്നത്. അത് ആ ഒരു ഔട്ടിന് അത്ര ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട് ചെയ്തേ ഉള്ളൂ. നമുക്ക് സെറ്റ് ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ നെയ്യൊക്കെ വാർന്നിറങ്ങി നമ്മുടെ നല്ല റവ കേസരി റെഡി ആയിട്ടുണ്ട്. കാഷ്യൂ നട്ട്സ് കുറച്ച് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നു, അത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. കമൻറ്റ് ബോക്സിലോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ എനിക്ക് അയച്ചു തരിക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ബൈ.